അറിയുന്ന ആൾക്കാരാണോ? മലയാളം അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, ഫൈൻ. നിങ്ങളെ ശുശ്രൂഷിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. കർത്താവിൻ്റെ ദാസൻ, ഇവിടെയുള്ള ചർച്ച്, ആമേൻ, എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ വന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ രാജ്യത്തിൽ വരുവാനും നിങ്ങളെ കാണുവാനും ശുശ്രൂഷിക്കുവാനും ഒക്കെ ദൈവം നൽകി തന്ന വിലപ്പെട്ട അവസരത്തിനായി സ്തോത്രം. കർത്താവ് സഹായിക്കട്ടെ. നമ്മൾ ഒരുമിച്ചുള്ള ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാക്കി തീർക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് സഹായിക്കട്ടെ. കർത്താവിൻ്റെ ദാസൻ ഓർമ്മിപ്പിച്ചതുപോലെ എൻ്റെ കൂടെ ഇപ്പോൾ എൻ്റെ ഭാര്യ വിനിതയുണ്ട്. ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളാണ്. ചർച്ച് എല്ലാം നാട്ടിലായിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കുക. ഒത്തിരി നാളുകൊണ്ട് ഞാൻ കേൾക്കുന്ന ഒരു ശബ്ദമാണ്, കാനഡയിൽ പരിശുദ്ധാത്മാവ് ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി വിടുമെന്ന്. പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം ഒരു പകുതിയായപ്പോൾ 2 രാജ്യങ്ങളിൽ എന്നോട് പരിശുദ്ധാത്മാവ് വിട്ടു. ഒന്ന് ഖത്തറിൽ എമർജൻസി ആയിട്ട് പോകേണ്ടി വരും, 2 കാനഡയിൽ പോകേണ്ടി വരും. കാനഡയിൽ എവിടെയാണ് പോകേണ്ടത് എനിക്കറിയത്തില്ല, ആരെ വിളിക്കുന്നത് എനിക്കറിയത്തില്ല. എൻ്റെ ഒരു രീതി അനുസരിച്ച് ഞാൻ ആരെയും അങ്ങോട്ട് വിളിക്കാറില്ല. കർത്താവ് തന്നെ കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാസ്റ്റർ ഇൻവിറ്റേഷൻ വരുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു ടൈമാണ്, ദൈവത്തിൻ്റെ സമയമാണ് എന്ന് എനിക്കൊരു ബോധ്യം അകത്തുണ്ടായി. അമ്മേ, നിങ്ങളും അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. അമ്മേ, എനിക്ക് വളരെ ധൈര്യത്തോടെ പറയാൻ പറ്റും, ഒരു ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിട്ടാണ് ഞാൻ ഇവിടെ ഇത്തവണ വന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിലും അതിൻ്റേതായ വ്യത്യാസങ്ങൾ പരിശുദ്ധാത്മാവ് അയക്കുകയും ആ നിലകളിൽ നിങ്ങളെ ഉപയോഗിക്കുകയും ചെയ്യും. ആമേൻ. പ്രത്യേകിച്ച് ഈ അസെൻഡ് മീറ്റിങ്ങിനായ ദൈവത്തിന് നന്ദി പറയുന്നു. ആമേൻ. എല്ലാ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലേക്ക് മീറ്റിങ്ങിൻ്റെ പോസ്റ്ററുകൾ ശ്രദ്ധിക്കുമ്പോൾ ചില പോസ്റ്ററുകൾ നമ്മളെ ശ്രദ്ധിക്കും. ആമേൻ. അതല്ലെങ്കിൽ അവരിട്ടിരിക്കുന്ന പേര് നമ്മളെ ശ്രദ്ധിക്കും. അത് ആ പാസ്റ്ററുടെ ദർശനമാണ്, ആ പാസ്റ്ററുടെ വെളിപ്പാടാണ്. ആമേൻ. സാധാരണ എല്ലാ ഉപവാസ പ്രാർത്ഥന, അതല്ലെങ്കിൽ എന്താ പറയുന്നത്, വിടുതൽ ശുശ്രൂഷ, അത് നോർമലാണ്. ആമേൻ. എന്നാൽ ചിലത് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവർക്ക് കുറെ കൂടെ മുകളിലോട്ട് പോകണമെന്നും കുറെ കൂടെ വ്യത്യസ്തരാകണമെന്നും ഒക്കെയുള്ള ചിന്തകൾ വരും. ആമേൻ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ മീറ്റിങ്ങിനെയും ആ നിലയിൽ ശ്രദ്ധിച്ചിരുന്നു. ആമേൻ. അസെൻഡ്. ആമേൻ. ഞാൻ അവിടെ തന്നെയാണ് ഇന്ന് രാവിലെ നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. ആ ഒരു വാക്കിനകത്ത് തന്നെ ഇന്ന് രാവിലെ നിൽക്കാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ. ഒത്തിരി പ്രാർത്ഥിക്കണം. ഈ പരിശുദ്ധാത്മാവുമായിട്ടുള്ള യാത്രയിൽ നമുക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ നമ്മുടെ ഭയങ്കര ദാഹമാണ്. നമ്മുടെ ദാഹത്തിനനുസരിച്ചാണ് ആ ഡോർ നമുക്ക് ഓപ്പണായി കിട്ടുന്നത്. നമുക്ക് ദാഹമില്ലെങ്കിൽ ഒരിക്കലും നമുക്കത് ഓപ്പണായി വരത്തില്ല. ആമേൻ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പേരൻറ്റിനെ ഞാൻ ശ്രദ്ധിച്ചു. ഇവിടെയല്ല, നാട്ടിലാണ്. ഒരു കുഞ്ഞിൻ്റെ മേൽ ആ കുഞ്ഞിൻ്റെ പേഴ്സണൽ ലൈഫ് എനിക്ക് അറിയത്തുള്ളൂ. ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നൊരു കുഞ്ഞാണ്. ആമേൻ. പക്ഷേ ഞങ്ങൾ അവളെ പല നിലയിൽ പറയുകയും അവളെ മോട്ടിവേറ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് ഒരു അനോയിൻറ്റിങ്ങുമായിട്ട് ഈ കുഞ്ഞ് കണക്റ്റായി കഴിഞ്ഞപ്പോൾ സംഭവിക്കുന്ന, ചർച്ചിനകത്തൊരു ചെറിയ മൂവ് നടന്നാൽ പോലും പെട്ടെന്ന് ഈ കുഞ്ഞ് കയറി പിടിക്കും. അത് വലിയ മൂവൊന്നും വേണ്ട. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ AAA ബാറ്ററിയുടെ അത്രയും ഒരു പവർ റിലീസായാൽ പോലും ഈ കുഞ്ഞ് കയറി പിടിക്കും. അല്ലേ, ഞാൻ അങ്ങനെയും പറയാം. ഈ കുഞ്ഞ് കയറി അതിനെ പിടിക്കും. ഈ കുഞ്ഞ് കയറി പിടിച്ച് ചിലപ്പോൾ അവൾ സ്ലൈനായി പോയിട്ടാൽ മണിക്കൂറുകൾ സ്ലൈനാകും. അല്ലെങ്കിൽ അങ്ങനെ സൂപ്പർ നാച്ചുറൽ എക്സ്പീരിയൻസുകൾ ഞങ്ങളോട് പറയാൻ തുടങ്ങി. അവൾ ഏഞ്ചൽസിനെ കാണാൻ തുടങ്ങി. അവളുടെ മമ്മി വന്നിട്ട് ആമേൻ അവളോടും അവളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആളോടും പറയുകയാണ്, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. വീട്ടിൽ നിന്ന് തന്നെ തുറന്നു വന്നൊരു മേഖല അടയ്ക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ ഒരു കുഞ്ഞിൻ്റെ മേൽ ഈ കുഞ്ഞ് അനുഭവിക്കുന്ന പേഴ്സണൽ സ്ട്രഗിൾ എന്താണെന്ന് ആ പേരൻറ്റിന് അറിയത്തില്ല, അവർക്കതൊന്നും അറിയത്തില്ല. പക്ഷേ ഈ മകളുടെ മേൽ തുറന്ന ഈ കാര്യം പെട്ടെന്ന് അടയ്ക്കാൻ അവർ ശ്രമിക്കുകയാണ്. അതിൻ്റെ കാരണം അവർ പറഞ്ഞത്, നീ ഇങ്ങനെ അഭിഷേകത്തിൽ പോയാൽ നീ ചിലപ്പോൾ മിനിസ്ട്രിയിലായി പോകും. എൻ്റെ കൂടെ ഉണ്ടോ? നീ ഇങ്ങനെ അഭിഷേകത്തിൽ കയറിയാൽ ഒരുപക്ഷെ നിന്റെ വിദ്യാഭ്യാസത്തെ ബാധിക്കും. നീ ഇങ്ങനെ അഭിഷേകത്തിൽ കയറിയാൽ നീ ചിലപ്പം ശുശ്രൂഷയിൽ പോകും. ഞങ്ങൾക്കതിന് താല്പര്യമില്ല. ഇതാണ് ഒരു ഭാഗം.
പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ നമ്മളിലേക്ക് തുറന്നു വരാൻ പറ്റാത്ത മേഖലകളിൽ ചിലതാണ് ഞാൻ ഇന്ന് രാവിലെ പറയുന്നത്. ആമേൻ. നിങ്ങളെല്ലാവരും പഠിക്കാൻ വന്ന ആളുകളാണ്. ഞാനിവിടെ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ തന്നൊരു ചിന്തയാ പാസ്റ്റർ. അധികം ആളുകളും പഠിക്കാൻ വേണ്ടി ഇവിടെ വന്നവരാണ്. പഠിക്കാൻ വന്നു, നിങ്ങളിവിടെ PR എടുക്കണമെന്നൊക്കെ നിങ്ങളുടെ മനസ്സിൽ സ്വപ്നമുണ്ട്, ലൈസൻസ് കിട്ടണം. ഇതിനിടയിൽ ഒരു അസെൻഷൻ സംഭവിച്ചാലോ? ഇതിനിടയിൽ പാസ്റ്റർ പറഞ്ഞ പോലെ നിങ്ങളിൽ ചിലരെ മേലേക്ക് വിളിച്ചുകൊണ്ട് പോയാലോ? അങ്ങനെ പോയാൽ ഈ യാത്രയിൽ നീ എവിടെ വെച്ച് ദൈവത്തോട് ഗുഡ് ബൈ പറയും? അങ്ങനെ സംഭവിച്ചാൽ നീ എവിടെ വെച്ച് ഈ പരിശുദ്ധാത്മാവിന്റെ കൈവിട്ട് നീ പോകും? എന്റെ കൂടെ ഉണ്ടോ? അതോ പാസ്റ്റർ അസന്റ് എന്നൊരു പേരിട്ടത് കൊണ്ട് ഞങ്ങൾ കൂടെ കൂടിയവരാണോ? ഇന്ന് രാവിലെ ദൈവാത്മാവ് മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പേ എന്നോട് പ്രവചിക്കാൻ പറയുന്നു. പരിശുദ്ധാത്മാവ് ഏത് ആഴങ്ങളിലേക്ക് നിന്നെ കൊണ്ടുപോകാൻ ഇന്ന് പകൽ ശ്രമിച്ചാലും പരിമിതികളില്ലാതെ ദൈവമേ ഞാൻ അതിന് എന്നെ തന്നെ വിട്ടു തരുന്നു. ഓ, അതിനെന്നെ തന്നെ വിട്ടു തരുന്നു എന്ന് പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയുള്ളവരാണ് ദൈവം ഇന്ന് പകൽ പറയുന്നത്, ഇവിടെ കയറി വാ. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഓ, ഇതൊരു വലിയ കൂട്ടം ഉള്ള ഒരു യോഗമല്ലിത്. എനിക്ക് മനസ്സിലാകുന്നത് വളരെ കുറച്ചു പേരെ മാത്രം പരിശുദ്ധാത്മാവ് വിളിച്ചു കയറ്റി വ്യത്യസ്തമായ അളവിൽ നിന്നെ നടത്താൻ ഇരിക്കുന്ന ദിവസങ്ങൾ. ഓഹോ, നീ നിനക്കിട്ടിരിക്കുന്ന പരിധിയും നീ നിനക്കിട്ടിരിക്കുന്ന പരിമിതികളും ഇന്ന് പകൽ പൊളിക്കാൻ നീ തയ്യാറായാൽ ഇന്ന് പകൽ തുറന്നു കിടക്കുന്ന ഒരു പോർട്ടൽ നിന്നെ വിളിക്കും. ഓ, എനിക്കറിയത്തില്ല, ചിലർക്ക് സൂപ്പർ നാച്ചുറൽ എക്സ്പീരിയൻസുകൾ ഇതിനകത്ത് എന്റെ ദൈവം തുറക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും മനസ്സിനകത്ത് അവരിട്ടിരിക്കുന്ന ബൗണ്ടറീസ് ഉണ്ട് പാസ്റ്റർ. ആമേൻ. എന്തുകൊണ്ടാ പലയിടത്തും കർത്താവിന്റെ മൂവ്മെന്റുകൾ ഭയങ്കരമായിട്ട് നടക്കാത്തെന്നറിയോ? നമ്മളിതെല്ലാം വിട്ടുകൊടുക്കുന്നത് പറയുമ്പോഴും നമ്മൾ പിടിച്ചിരിക്കുന്ന ചില മേഖലകളുണ്ട്. ആ പിടിയും കൂടെ വിട്ടു കഴിഞ്ഞാലുണ്ടല്ലോ ദൈവാത്മാവ് നിങ്ങളെ കൊണ്ടുപോകും. ഇന്ന് പകൽ അങ്ങനെ പറയണം, കർത്താവേ നീ എന്നെ അങ്ങനെ ഒന്ന് വലിച്ചോണ്ട് പോവുകയാണെങ്കിൽ അതിന്റെ പുറകിൽ നീ എന്താണോ ഉദ്ദേശിക്കുന്നത് അവിടേക്ക് ഞാൻ പൊക്കോളാം. അതിന്റെ പുറകിൽ നീ എന്താണോ എന്നെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് അതിനുവേണ്ടി ഞാൻ നിന്ന് തരാം. അങ്ങനെ പ്രാർത്ഥിക്കുന്ന എത്ര പേരുന്ന പകൽ ഇവിടെ ഉണ്ട്. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ഈ ദിവസങ്ങളിലെ ആത്മപകർച്ചകൾക്കായി ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷെ ഞങ്ങളെ വിട്ടുതരിക. ഞങ്ങളെ വിട്ടുതരിക. മനഃപൂർവമായി വിട്ടുകൊടുക്കുക. ചിലരോട് പരിശുദ്ധാത്മ പറയട്ടെ, ഇവിടെ കേറി വാ. കാനഡയിൽ സംഭവിക്കാനുള്ളത് ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കാം. ഇവിടെ കേറി വാ. ടൊറന്റോയിൽ നടക്കാനുള്ളത് ഞാൻ നിന്റെ ചെവിയിൽ പറഞ്ഞു തരാം. ഇവിടെ കേറി വാ.
ലോകരാജ്യങ്ങളിൽ സംഭവിക്കാനുള്ളത് ഞാൻ നിന്നോട് പറഞ്ഞു തരാം. വലിയൊരു ദൈവ സാന്നിധ്യം ഇതിനകത്ത് ഇറങ്ങുന്നല്ലോ. എത്ര പേർ ആ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്? അനുഭവിക്കുന്നവർ മാത്രം വായ്കൾ തുറന്ന് പരിശുദ്ധാത്മാഭിഷേകത്തോടെ സംസാരിച്ച് ഞങ്ങൾക്കിട്ടിരിക്കുന്ന പരിമിതികളും ഞങ്ങൾക്കിട്ടിരിക്കുന്ന പരിധികളും ഇന്ന് മുതൽ പൊളിക്കുന്നു. ആ പ്രവാഹത്തിലേക്ക്, ആ ആത്മാവിന്റെ ഒഴുക്കിലേക്ക് ഞങ്ങളെ ഇന്ന് പകൽ വിട്ടുതരുന്നു പപ്പായേ. ഈ നദി ഞങ്ങളെ വലിച്ചോണ്ട് പോട്ടെ. സ്വീകരിക്കാൻ എത്ര പേരുണ്ട്? ഇതിനകത്ത് ചിലരെ പ്രവാചകിമാരാക്കിയും ചിലരെ പ്രവാചകന്മാരാക്കിയും ഒക്കെ എന്റെ ദൈവത്തിന് എഴുന്നേൽപ്പിക്കാനുണ്ട്. ജീസസ് ഹല്ലേലൂയ. അതിനായി ഞങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. കർത്താവ് ഞങ്ങളോട് സംസാരിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. എങ്ങനെ നടത്തിയാലും പോകാൻ റെഡി ആയിക്കോണം കേട്ടോ. എന്നതിനൊന്നും പിടിച്ചു വെക്കരുത്, അങ്ങ് പൊക്കോണം. പലരുടെയും ലൈഫിൽ വലിയ എൻകൗണ്ടറുകളൊക്കെ നടക്കും. അസെന്റ് എന്ന് പറയുന്നത് ഒരു ദൈവിക വെളിപ്പാണ്. എല്ലാവർക്കും അങ്ങനെയുള്ള, ഞാൻ പറഞ്ഞു, എല്ലാവരും നമ്മുടെ പല ചർച്ചകളിൽ നിന്നുള്ള ആളുകളാണല്ലോ. എല്ലാവരും വിശ്വസിക്കുന്നില്ല. എല്ലാവരും പരിശുദ്ധാത്മാവിന്റെ സൂപ്പർ നാച്ചുറൽ തലങ്ങൾ പലരും വിശ്വസിക്കുന്നില്ല. അല്ലെങ്കിൽ ഈ തലമുറയിലെ ദൈവദാസന്മാർ ഉപയോഗിക്കുന്ന ചില പദങ്ങൾ, പരിശുദ്ധാത്മ പകർച്ച, എല്ലാവരും വിശ്വസിക്കുന്നില്ല. ഉണർവ് എല്ലാവരും വിശ്വസിക്കുന്നില്ല. ഉണർവ് വിശ്വസിക്കാത്ത സഭകളുണ്ട്. ആമേൻ. ഉണർവെന്ന വാക്ക് കേട്ടിട്ടില്ലാത്ത പെന്തക്കോസ്തുകാരുണ്ട്. അല്ലെങ്കിൽ സ്പിരിച്വൽ ഫാദർ എന്നൊരു വെളിപ്പാട് ആരും വിശ്വസിക്കാത്ത ആളുകളുണ്ട്. സ്പിരിച്വൽ കവറിങ് എന്നൊരു വാക്ക് വിശ്വസിക്കാത്ത ആളുകളുണ്ട്. ഇവിടെ ഉണ്ടോ? ആത്മപകർച്ച, എല്ലാം വിശ്വസിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു യോഹന്നാന്റെ സുവിശേഷം വായിക്കണ്ട, 3-ാം അധ്യായത്തിലേക്ക് എത്തിയപ്പോൾ യേശു പറഞ്ഞു തുടങ്ങുന്ന ഒരു കാര്യമുണ്ട്. യേശു ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയുകയാണ്, ഞാൻ ഭൂമിയിലുള്ളത് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗത്തിലെ കാര്യം എങ്ങനെ നിങ്ങളോട് എങ്ങനെ പറയാൻ പറ്റും? ഹലോ, ആർക്കാ സ്വർഗത്തിലെ കാര്യം പറഞ്ഞാൽ മനസ്സിലാകുന്നത്? ആരെങ്കിലും ഇവിടെ ഉണ്ടോ? സ്വർഗത്തിലെ കാര്യങ്ങൾ പറഞ്ഞാൽ ആർക്കാ മനസ്സിലാകുന്നത്? ഭൂമിയിലുള്ളത് ഞാൻ പറയാൻ ശ്രമിച്ചിട്ട് യേശുവിടെ സ്ട്രഗിൾ ചെയ്യുക. 16-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ യേശു പരിപാടി നിർത്തി. 16-ൽ യേശു പറയുന്നത് എങ്ങനെയാണ്? ഒത്തിരി കാര്യം നിങ്ങളോട് പറയണം ഞാൻ ആഗ്രഹിച്ചു, പക്ഷെ നിങ്ങൾക്കിപ്പോ വഹിക്കാൻ പറ്റും. വായിച്ചിട്ടുണ്ടോ ആ വാക്യം? യോഹന്നാൻ 16-ലാണ് പറഞ്ഞത്. 3-നും 16-നും ഇടയ്ക്ക് സംഭവിച്ച കുറെ കാര്യങ്ങളുണ്ട്. 3-നും 16-നും ഇടയിൽ സംഭവിച്ച ഇത്രയപ്പോ യേശു അങ്ങ് നിർത്തി. ഇതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, നിനക്ക് മനസ്സിലാകാത്തൊരു കാര്യം കർത്താവ് നിന്നോട് പറയത്തില്ല. അഭിഷേകം എന്ന വെളിപ്പാട് നിനക്ക് മനസ്സിലായില്ലെങ്കിൽ നിനക്ക് അഭിഷേകത്തിൽ മൂവ് ചെയ്യാൻ പറ്റത്തില്ല. ഉണർവെന്ന വെളിപ്പാട് നിനക്ക് മനസ്സിലായില്ലെങ്കിൽ നിനക്ക് ഉണർവുകാരനാകാൻ പറ്റത്തില്ല. സൂപ്പർ നാച്ചുറൽ റലത്തെ കുറിച്ച് ഐഡിയ ഇല്ലെങ്കിൽ നിനക്ക് സൂപ്പർ നാച്ചുറൽ റലത്തിൽ ആക്സസ് ലഭിക്കത്തില്ല. അതിന്റെ അർത്ഥം നിങ്ങൾ തെറ്റുകാരാണെന്നല്ല, നിനക്ക് അറിയാവുന്നിടത്ത് ദൈവം നിന്നെ നിർത്തി ഇങ്ങനെ നിർത്തിയാണ്. പക്ഷെ ആ കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ 1-2 പേർ കയറിയിട്ട് പറയും, എനിക്ക് കുറച്ചുകൂടെ മുമ്പോട്ട് പോകണം. എല്ലാവരെയും കിട്ടണമെന്ന് നിർബന്ധമില്ല. ആ 1-2 പേരെ വെച്ച് ദൈവം കാര്യങ്ങളെല്ലാം ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും.
ദിവസവും എനിക്ക് മനസ്സിലാകുന്നത് അങ്ങനെയാണ്. ഇവിടുത്തെ ചില ആളുകളെ വെച്ച് ദൈവം വലിയ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ പോവുകയാണ്. വിശ്വസിക്കാനുള്ളവർ ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്റെ ഗ്രാമത്തിൽ ദൈവം പറഞ്ഞത് എനിക്ക് മനസ്സിലായുള്ളൂ പാസ്റ്റർ. എന്റെ കുടുംബത്തിൽ ദൈവം പറഞ്ഞത് എനിക്ക് മനസ്സിലായുള്ളൂ പാസ്റ്റർ. എനിക്ക് മനസ്സിലായി. എന്റെ കൂടെ പഠിച്ച ആളുകൾക്കിടയിൽ ദൈവം പറഞ്ഞത് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് കർത്താവിനെ ഉപയോഗിക്കാൻ തുടങ്ങി. എത്ര പേർക്ക് ഇന്ന് പകൽ സ്വർഗത്തിലെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവും? വെളിപ്പാട് പുസ്തകത്തിൽ വാക്യം പാസ്റ്റർ വായിച്ചല്ലോ. അനന്തമൊരു വാതിൽ തുറന്നു കിടക്കുന്നത്, ഒരു വാതിൽ തുറന്നു കിടക്കുന്നത് ഞങ്ങൾ. അത് ഫിസിക്കൽ ഡോർ ആണോ സ്പിരിച്വൽ ഡോർ ആണോ? പക്ഷെ എന്തോ ഒരു കാര്യം അവൻ കണ്ടു. ഒരു ഡോർ തുറന്നു കിടക്കുന്നു. സത്യത്തിൽ വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത് എന്താ? വെളിപ്പാട് പുസ്തകം എന്താ? വെളിപ്പാട് പുസ്തകത്തിന്റെ മെയിൻ കണ്ടന്റ് എന്താ? പെട്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പോകും. വെളിപ്പാട് പുസ്തകത്തിലെ മെയിൻ കണ്ടന്റ് എന്താ? യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്. എത്ര പേര് അഗ്രി ചെയ്യുന്നുണ്ട്? അത് തന്നെ വെളിപ്പാട് പുസ്തകത്തിലെ മെയിൻ കണ്ടന്റ്. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടാണ്. എന്താ ഈ വെളിപ്പാടെന്ന് പറയുന്നത്? എന്താ ഈ മിസ്റ്ററി എന്ന് പറയുന്നത്? റെവലേഷൻ എന്ന് പറയുന്നത്? മിനിസ്ട്രിയിൽ പല മിനിസ്ട്രി ഉണ്ട്. ചിലര് റെവലേഷൻസ് തുടങ്ങിയ ആളുകളുണ്ട്. ചിലർ മിസ്റ്ററി റിവീലേഴ്സ് ഉണ്ട്. ആരെങ്കിലും ഒക്കെ പറ, എന്റെ കൂടെ കയറി പറ. ചില പ്രസംഗത്തിനകത്ത് പ്രത്യേകിച്ച് മിസ്റ്ററി റിവീലിംഗ് ഒന്നും കാണത്തില്ല. സാധാരണ പ്രസംഗമായിരിക്കും. പക്ഷെ ചിലർ മിനിസ്ട്രി ചെയ്യുമ്പോൾ മിസ്റ്ററി റിവീൽ ചെയ്യും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, അവൻ നമ്മളെ ദൈവിക മർമ്മങ്ങളുടെ ഗൃഹവിചാരകന്മാരാക്കി, stewards of his the mysteries എന്ന് പറഞ്ഞാൽ ഒത്തിരി രഹസ്യങ്ങൾ അടങ്ങിയ ഒരു വാൾഡ്രോബിന്റെ താക്കോല് പരിശുദ്ധാത്മാവ് അവനെ ഏൽപ്പിക്കും. നീ തുറക്കാത്തത് ആർക്കും മനസ്സിലാകുന്നത്. നീ ഓരോന്ന് തുറന്നിങ്ങനെ ചുരുളഴിച്ചു തരും. എനിക്ക് ആത്മാവിൽ മനസ്സിലാകുന്നു അങ്ങനെയൊക്കെയുള്ള ചിലത് ദൈവം ചില കയ്യിൽ ഏൽപ്പിക്കാൻ പോവാ. ചില മിസ്റ്ററി റിവീലിംഗ് അനോയിന്റിംഗ് ഒക്കെ പരിശുദ്ധാത്മാവ് തരാൻ പോവാ. ഇവിടെ ഉണ്ടോ നിങ്ങൾ? വാതിൽ തുറന്നിരിക്കുന്നത് കണ്ടു. ഞാൻ അവിടെ നിൽക്കാം, ഒരൊറ്റ മിനിറ്റ് അവിടെ നിൽക്കാം. ഒരു വാതിൽ തുറന്നിരിക്കുന്നത് കണ്ടു. വെളിപ്പാട് പുസ്തകം യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. എന്താ വാതിൽ? സിമ്പിളാണ് പ്രിയപ്പെട്ടവരെ. യേശു പറഞ്ഞു, ഞാനാണ് വാതിൽ. I am the door. ഭൂമിയിൽ യേശു പറഞ്ഞ ആ ഡോർ യോഹന്നാന്റെ മുമ്പിൽ തുറന്നിട്ടിരിക്കുകയാണ്. കേറി ചെല്ലാൻ. പിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. I am the door. I am the door. അതിന്റെ വേറൊരു കാര്യം പറഞ്ഞു തുടങ്ങി. ഇവർക്ക് എത്രത്തോളം മനസ്സിലാന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ ഈ സാധനത്തെ കയറിപ്പിടിക്കുകയാണ്. If you are in Christ, in Christ ആണ് പോർട്ടൽ എന്ന് പറയുന്നത്. നീ ഇൻ ക്രൈസ്റ്റ് ആണോ, നിന്റെ മുമ്പിൽ എപ്പോഴും ഒരു ഡോർ തുറന്നു കിടക്കും. അനന്തരം ഒരു വാതിൽ തുറന്നു കിടക്കുന്നത് ഞാൻ കണ്ടു. യേശു ഈ സാധനം ആ ഭൂമി നിൽക്കുമ്പോ പറഞ്ഞു, എന്നിൽ കൂടെ അല്ലാതെ ആർക്കും അങ്ങോട്ട് കേറാൻ പറ്റത്തില്ല. ഇവിടെ കേറി വാ മോനെ. ഇത് പിടിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഈ റലത്തിൽ ഈ ദൂതനെ പിടിക്കാൻ ആരെങ്കിലും ഉണ്ടോ? അവൻ നിന്റെ മുമ്പിൽ നിന്നിട്ട് വിളിക്കുക, കേറി വരാൻ. ഞാനാ വാതിൽ. I am the gate. ആ ഗേറ്റ് വെളിപ്പാട് പുസ്തകത്തിൽ തുറന്നു കിടക്കുക. അതിൽ കൂടെ അങ്ങോട്ട് കേറുക മോനെ. മനസ്സിലാവുന്നുണ്ടോ? നമുക്കിതെല്ലാം നമ്മുടെ പ്രശ്നം എന്താ അറിയോ? നമുക്കിതെല്ലാം സൺഡേ സ്കൂൾ സ്റ്റോറിയാ.
നമുക്ക് ഇതൊന്നും റിയൽ ആയിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു. നമുക്കതൊരു സൺഡേ സ്കൂൾ സ്റ്റോറിയാ, ബാലരമ വായിച്ചതുപോലെ. ലുട്ടാപ്പിയുടെയും കുട്ടൂസന്റെയും കഥ അറിയാവുന്ന പോലെ പലർക്കും ചെറുപ്പം മുതലുള്ള ബൈബിളിന്റെ അറിവ്. ഇതിന്റെ അപ്പുറത്ത് ഇതിനകത്ത് കിടക്കുന്ന ജീവൻ, ഇതിനകത്ത് കിടക്കുന്ന ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ്, ഇതിനകത്ത് ഒരു വാക്യം നീ വിശ്വസിച്ചാൽ നിന്റെ ജീവിതം മുഴുവൻ തിരിയുന്ന അനുഭവം. ചില മിനിറ്റുകൾ അന്യഭാഷയെ സംസാരിച്ച് ഒരു വെളിപ്പാടിന്റെ ആന്റി തുറന്നു വെച്ചേ. മിസ്റ്ററി റിവീലേഴ്സ് ആയി മാറിയേ. ആമേൻ, ഹല്ലേലൂയ. മടങ്ങി വരാം. ഈ അസെന്റ് എന്ന വാക്കിലേക്ക് 2 മിനിറ്റ് നിൽക്കാം. കേറി വാ. എങ്ങനെ കേറാൻ പറ്റും പാസ്റ്റർ? എങ്ങനെ കേറാൻ പറ്റും? ജോമനോട് നീ പറ, കേറി വാ. എങ്ങനെ കേറാൻ പറ്റും? നീ എത്ര വിചാരിച്ചാലും പറ്റത്തില്ല. പക്ഷെ ദൈവം നിന്നെ ഹെൽപ്പ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുക. സമാനമായ മീറ്റിങ്ങുകൾ ഞങ്ങൾ നാട്ടിൽ നടത്താറുണ്ട്. ആ മീറ്റിങ്ങിന് ഞങ്ങൾ പേരിട്ടിരിക്കുന്നത് ഗ്ലോറി പോർട്ടൽ എന്നാണ്. ഗ്ലോറി സ്പോട്ട് എന്നൊക്കെയാണ് ഞങ്ങൾ പേരിട്ടിരിക്കുന്നത്. ഗ്ലോറി സ്പോട്ട്, ഗ്ലോറി പോർട്ടൽ. ആളുകളെ കയറ്റിവിടും. അതിനുള്ള സെറ്റപ്പുകൾ ദൈവം ചെയ്തു തരും. ഞാൻ ഓർക്കുന്നു, ഞാൻ ആ ഗ്ലോറി സ്പോട്ട് എന്ന് പറയുന്ന ഒരു മീറ്റിങ്ങിന് പേരിട്ട ഒരു ദിവസമുണ്ട്. US വെച്ചാണ് സംഭവിക്കുന്നത്. ഫിലദൽഫിയയിൽ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. ഫിലദൽഫിയയിലെ ആ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ഒരു പ്രത്യേക നിമിഷം എത്തിയപ്പോൾ മീറ്റിംഗ് നിന്നു. മീറ്റിംഗ് നിന്ന് പറഞ്ഞാൽ സൈലന്റ് ആയി. പിന്നെ ആർക്കും അവിടെ അനങ്ങാൻ പറ്റുന്നില്ല. എല്ലാവരും സാന്നിധ്യത്തിന്റെ തീവ്രമായ അനുഭവത്തിൽ പേടിച്ചു പോയിട്ട് ആളുകളുടെ ഹാർട്ട് ബീറ്റ് എനിക്ക് കേൾക്കാം. ഏകദേശം 1 മണിക്കൂർ സൈലന്റ് ആയിട്ട് നിൽക്കുമ്പോൾ പാസ്റ്ററിനോട് ചോദിച്ചു, എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല. ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ എന്തെങ്കിലും ചെയ്യും. അപ്പൊ പാസ്റ്റർ എഴുന്നേറ്റൊരു കാര്യം പറഞ്ഞു, ഇതൊരു ഗ്ലോറി സ്പോട്ടാണ്, ഇതൊരു ഗ്ലോറി പോർട്ടലാണ്. അദ്ദേഹം ഒരു ചർച്ചിന്റെ ഫ്രണ്ടിൽ അദ്ദേഹം ഒരു ലൈൻ വരച്ചു. എന്നിട്ട് പറഞ്ഞു, ദൈവം നിനക്കൊരു ഇൻവിറ്റേഷൻ തരുന്നു. ഈ പ്രാർത്ഥനയോടെ ഈ ലൈൻ ക്രോസ് ചെയ്യണം. ഇതുവരെ നിന്റെ സ്പിരിച്വൽ ലൈഫിൽ നിന്നിട്ടില്ലാത്ത ഏതോ ഒരു സ്ഥലത്തേക്ക് ദൈവം നിനക്കൊരു എൻട്രി തരുന്നു. അദ്ദേഹം പ്രത്യേകം പറഞ്ഞു, ചുമ്മാ കയറരുത്, നീ പ്രാർത്ഥിച്ചുകൊണ്ട് കയറണം. ചിലർക്ക് അത് കയറാൻ പറ്റത്തില്ല. ചിലരവിടെ സ്ലെയിൻ ആവും, ചിലരുടെ ക്യാൻസറുകൾ മാറും, ചിലരുടെ ട്യൂമറുകൾ മാറും. പക്ഷെ അടുത്ത ഒരു 4 മണിക്കൂറോളം ഞങ്ങൾ അവിടെ കണ്ടത്, ഇവിടുന്ന് അങ്ങോട്ട് കയറാൻ എന്താ അത്ര പാട്? പക്ഷെ ഒരാൾക്കും ആ ലൈൻ ക്രോസ് ചെയ്യാൻ പറ്റാത്തതുപോലെ ചില ആളുകൾ ആ ലൈനിന്റെ ഫ്രണ്ടിൽ വരുമ്പോൾ ഭൂതമിളകി താഴെ വീഴും. ചില ആളുകൾ ആ ലൈനിന്റെ ഫ്രണ്ടിൽ വരുമ്പോൾ അവർ പറയും, മുഴ കാണാനില്ല. ചില ആളുകൾ ആ ലൈൻ ക്രോസ് ചെയ്യും. എന്റെ ലൈഫിൽ അതുപോലൊരു അനുഭവം പിന്നീട് ഉണ്ടായിട്ടില്ല. ഇന്ന് രാവിലെ ആരെയൊക്കെയോ ദൈവം ഇതുപോലെ വിളിക്കുന്നു. അവിടെ പോയാൽ നിന്റെ PR ശരിയാമോ എനിക്ക് അറിയത്തില്ല. അവിടെ പോയാൽ നിന്റെ വിവാഹം ശരിയാവോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ അവിടെ കയറിയാൽ നീ കിങ്ഡത്തിൽ ഒരു അസറ്റ് ആയിരിക്കും. എനിക്കറിയത്തില്ല ആർക്കൊക്കെയോ അങ്ങനെ ഇന്ന് പകൽ ദൈവാത്മാവ് വിളിക്കുന്നു. അവിടേക്ക് നീ കയറിയാൽ നീ ദൈവരാജ്യത്തിൽ ഒരു അസറ്റ് ആയിരിക്കും. ആരെന്ന് പകൽ പ്രാർത്ഥിക്കുന്നേ? ഇന്ന് പകൽ അതിനുള്ള ഹെൽപ്പിംഗ് ഏഞ്ചൽസ് എല്ലാം ഇന്ന് പകൽ ഇവിടെ ചാർജായി നിൽക്കുന്നുണ്ട്. ആരൊക്കെയോ ദൈവം വിളിക്കുന്നുണ്ട്, കേറി ചെല്ലാൻ.
എനിക്ക് അങ്ങനെ ഒരു അവസരം ദൈവം തന്നിട്ടുണ്ട്. ഒരു ദിവസം പരിശുദ്ധാത്മാവിന്റെ ലൈഫിൽ അങ്ങനെ ഒരു ഡോർ തുറന്നു, കയറി വിളിച്ചു. ഓരോരുത്തരുടെ ലൈഫിൽ ഓരോ ടൈപ്പ് പോർട്ടലുകളാണ് തുറക്കുന്നത്. വൺസ് ആ പോർട്ടൽ തുറന്നാൽ നീ പോകുന്നിടത്തെല്ലാം ആ പോർട്ടൽ നിന്റെ കൂടെ വരും. ചിലർക്ക് മിനിസ്ട്രിയുടെ പോർട്ടലാ തുറക്കുന്നത്. പിന്നെ നിന്റെ നിശബ്ദതകൾ പോലും മിനിസ്ട്രിയായി മാറും. നിനക്ക് പ്ലാറ്റ്ഫോമിന്റെ ആവശ്യം വരത്തില്ല. ആരെങ്കിലും ഉണ്ടോ? ചിലരുടെ ലൈഫിൽ ഒരു ഫൈനാൻസിന്റെ പോർട്ടൽ അങ്ങ് തുറക്കും. തുറന്നു കഴിഞ്ഞാൽ പിന്നെ ദാവീദ് പറയുന്നത്, നീ പറയുന്നത് നന്മയും കരുണയും എന്റെ ആയുഷ്കാലം മുഴുവൻ, നീ വേണ്ടെന്ന് പറഞ്ഞാലും ഇത് നിന്റെ പുറകെ വരും. കാര്യം ഇറ്റ്സ് ഓപ്പൺ. ചില ലൈഫിൽ കൃപാവരങ്ങളുടെ പോർട്ടലുകൾ തുറക്കും. ചില ലൈഫിൽ ഏഞ്ചലിക് പോർട്ടലുകൾ തുറക്കും. എനിക്കറിയത്തില്ല ആരാ ഇന്ന് പകൽ കയറാൻ പറ്റുന്ന, എനിക്കറിയത്തില്ല. അങ്ങനെയുള്ള ചിലതിനെയൊക്കെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ വിളിക്കുന്നു. കേറി ചെല്ല്. അതുകൊണ്ട് തന്നെ എല്ലാവരും ആത്മാവിൽ കണക്ട് ആയ, എല്ലാ വായ്കൾ തുറന്ന് ആത്മാവിൽ കണക്ട് ആയ. നിന്റെ വീട്ടിൽ നിന്റെ അപ്പനും അമ്മയ്ക്കും ആക്സസ് ചെയ്യാൻ പറ്റാത്ത ചില മേഖലകളിൽ പരിശുദ്ധാത്മാവ് നിനക്ക് ആക്സസ് തരാൻ പോവുക. ഞാൻ ഇന്ന് പകൽ ഇവിടെ നിൽക്കുമ്പോൾ കാണുന്നു, ചിലരുടെ കയ്യിൽ ചില താക്കോലുകൾ പരിശുദ്ധാത്മാവ് കൊടുക്കുന്നു. ചില താക്കോലുകൾ ദൈവാത്മാവ് കൊടുക്കുന്നു. കീസ് എന്ന് പറയുന്നത് അതോറിറ്റിയാണ്. കീസ് എന്ന് പറയുന്നത് ആക്സസ് ആണ്. നിന്റെ വീട്ടിൽ ഇതുവരെ ആർക്കും ആക്സസ് ചെയ്യാൻ പറ്റാത്ത എന്തൊക്കെയോ മേഖലകൾ നീ ആക്സസ് ചെയ്യാൻ പോകുന്നു. നിന്റെ പട്ടണത്തിൽ ഇതുവരെ ആരും ആക്സസ് ചെയ്തിട്ടില്ലാത്ത സ്പിരിച്വൽ റലത്തിനകത്ത് ദൈവാത്മാവ് നിന്നെ ആക്സസ്. കാണാൻ നിൽക്കല്ലേ, ആത്മാവിൽ കയറിയേ. മാർത്തേലേ മേശേട്ടേ. മക്കളെ എന്തോ ഇന്ന് പകലാൽ ഡോറ് പലരുടെ മുമ്പിൽ തുറന്നു കിടക്കുകയാണ്. ആരോടോ ഇന്ന് പകൽ ദൈവം പറയുന്നു, ഞാൻ തുറന്നാൽ പിന്നെ ആരും അടയ്ക്കത്തില്ല, ഞാൻ അടച്ചാൽ പിന്നെ ആരും തുറക്കത്തില്ല. Shetale Uriale Jantala Rabiartha Mashete. ആ എൻകൗണ്ടറിൽ എന്റെ മേൽ ദൈവം തുറന്ന ഒരു ഹോളി സ്പിരിറ്റിന്റെ പോർട്ടലായിരുന്നു, ഒരു അനോയിന്റിങ്ങിന്റെ പോർട്ടലായിരുന്നു എന്റെ ലൈഫിൽ ദൈവം തുറന്നത്. അതുകൊണ്ട് തന്നെ പോകുന്നിടത്തെല്ലാം അനോയിന്റിങ് എനിക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഡോറ് തുറന്നു കിടക്കും. കീസ് ദൈവം ചിലരുടെ കയ്യിൽ തുറക്കും. എന്താ ഈ പോർട്ടൽ എന്ന് പറഞ്ഞാൽ? പോർട്ടൽ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഡോറാണ്. എന്താ ഡോറാണ് പറഞ്ഞ? ഡോർ അങ്ങോട്ടാ വിളിക്കുന്നത്, കേറി വരാൻ. ഈ പോർട്ടൽസ് നമുക്കറിയാം. അവിടെ ആകുമ്പോൾ നമുക്ക് കൂടുതൽ എന്താ പറയുക, കൂടുതൽ ദൈവം അവൈലബിൾ ആയി നിൽക്കുന്ന നമുക്കറിയാം. ബഥേൽ ഒരു പോർട്ടലാണ്. നിങ്ങൾക്കറിയാം, ബഥേൽ ഒരു പോർട്ടലാണ്. അവിടെ ആര് കേറിയാലും അവരുടെ ലൈഫ് തുറക്കും.
അബ്രഹാമിന്റെ ജീവിതത്തിൽ അബ്രഹാം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ബേഥേലിൽ എത്തിയപ്പോഴാണ് അവൻ ആദ്യമായിട്ട് ആരാധിക്കാൻ തോന്നിയത്. എന്നോട് ചോദിച്ചില്ലേ പോർട്ടൽസ് എങ്ങനെ ആക്സസ് ചെയ്യാം? എന്നോട് ആളുകൾ ചോദിച്ചു. അപ്പൊ എനിക്കത് അതൊന്നുകൂടെ ഒന്ന് പറഞ്ഞു തരണമെന്ന് തോന്നി. ആമേൻ. ഈ ഡിവൈൻ പോർട്ടൽസ് ദൈവം വെച്ചിരിക്കുന്നത് തിയോളജിയൻസ് പറയുന്നത് തേർഡ് ഹെവനിലാണെന്നാണ്. എവിടാ പറഞ്ഞ? തേർഡ് ഹെവനിലാണ്. ഇത് സാധാരണ ഈ പോരാട്ടം കെട്ടുവഴിക്കുന്ന പ്രാർത്ഥനയല്ല. പ്ലീസ്, നിങ്ങൾ എൻ്റെ കൂടെ വരണം. ഈ നിലയിൽ ചിന്തിക്കണം, ഈ നിലയിൽ കാര്യങ്ങൾ ഗ്രഹിക്കണം. എൻ്റെ കൂടെ ഉണ്ടോ? ഇത് നിങ്ങളോട് ദൂത് പറഞ്ഞ് നിങ്ങളുടെ ഡോളർ വാങ്ങിക്കുന്ന മീറ്റിംഗ് അല്ല. നിന്നെ കൊണ്ട് ദൂത് പറയിപ്പിക്കുന്ന മീറ്റിംഗ്, നിന്നെ പ്രവചിപ്പിക്കുന്ന മീറ്റിംഗ് ആണ്. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? നിന്റെ ലൈഫിനെ തുറക്കുന്ന മീറ്റിംഗ് ആണ്. ഹല്ലേലൂയ. ഇത് തേർഡ് ഹെവനിലാണ് ഈ പോർട്ടൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ആ സെക്കൻഡ് ഹെവൻ ആ ഭാഗത്താണ് തിയോളജിയൻസ് പറഞ്ഞിരിക്കുന്നത് വാഴ്ചകൾ, അധികാരങ്ങൾ, ഈ ലോകത്തിന്റെ ദുഷ്ടാത്മ ശക്തികൾ, സ്പിരിച്വൽ വാർഫെയറിൽ നടക്കുന്ന റലം സെക്കൻഡ് ഹെവനിലാണ്. നമ്മൾ നിൽക്കുന്നത് ഭൂമിയിലാണ്. എന്റെ കൂടെ ഉണ്ടോ? പിടിക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ റൂഫസിന്റെ മേൽ ഒരു ദൈവം ഒരു വാതിൽ തുറക്കുക എന്ന് പറഞ്ഞാൽ, പാസ്റ്റർ ലിനോയുടെ മേൽ ദൈവം ഒരു വാതിൽ തുറക്കുക എന്ന് പറഞ്ഞാൽ, തേർഡ് ഹെവനിൽ അത് തുറക്കും. അത് തേർഡ് ഹെവനിലായ കാരണത്താൽ സെക്കൻഡ് ഹെവനിലുള്ള ആർക്കും അവിടെ ആക്സസ് ഇല്ല. മന്ത്രവാദികൾക്ക് അത് പൂട്ടാൻ പറ്റത്തില്ല, ശകുനവാദികൾക്ക് അതിന് പൂട്ടാൻ പറ്റത്തില്ല. അവർക്ക് കയറുന്നതിന്റെ മുകളിലാണത് നിൽക്കുന്നത്. എന്നിട്ട് എന്താ ചെയ്യുന്നറിയാമോ? സെക്കൻഡ് ഹെവനിൽ കൂടെ നിന്റെ ശത്രുക്കളെല്ലാം നിൽക്കുന്ന ആ സെക്കൻഡ് ഹെവനിൽ കൂടെ ആ ഡോർ തുറന്ന് ഭൂമിയിൽ നിനക്ക് ആക്സസ് കിട്ടും. ആമേൻ. അതാ ദാവീദ് പറഞ്ഞത്, ശത്രുക്കൾ കാണുക എനിക്കൊരു സാധനം പ്രിപ്പയർ ചെയ്ത് എന്റെ മുമ്പിലേക്ക് ഇട്ടു തരും. എന്റെ മോനെ, ആളുകൾ അസൂയപ്പെട്ട് ഊപ്പാട് വരും. ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. എന്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ഞാനിതിന്റെ ആരംഭത്തിൽ ഈ കാര്യം പറയുന്നത്, ഇതിനെ കുറിച്ചൊരു അറിവില്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. ദൈവം ഒരു കാര്യം ഏൽപ്പിക്കുന്നതിന് മുമ്പ് അതിനെക്കുറിച്ചുള്ള വിസ്ഡം ദൈവം തരും. ആ വിസ്ഡം ഇല്ലാതെ ഒരാൾക്കും ആ കാര്യത്തിലേക്ക് കയറാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് അസെറ്റ് എന്നുള്ള എക്സ്പീരിയൻസ് വേണോ? എല്ലാരും നിൽക്കുന്ന കൂട്ടത്തിൽ നീ ഒരുത്തി കയറി പോവുക. എന്നിട്ട് ഒരു പക്ഷേ മോളെ നീ പറയുന്ന കാര്യം ആർക്കും മനസ്സിലാകത്തില്ല. ഇത് മേലോട്ട് ദൈവം ആ സെറ്റ് ചെയ്തിരിക്കുക. ആമേൻ. എന്നിട്ട് അവിടുന്ന് ഈ സെക്കൻഡ് ഹെവനിൽ കൂടെ കൊണ്ടുവന്ന് ഭൂമിയിൽ സെറ്റ് ചെയ്യും. അത് എവിടാന്ന് നമുക്ക് അറിയത്തില്ല. ചില വീടുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ, ചില മിനിസ്ട്രിയിൽ ഈ പോർട്ടൽ ഇങ്ങനെ തുറന്നു കിടക്കും. പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, അത് തനിയെ വന്നുകൊണ്ടേയിരിക്കും. ചിലർ ഇവിടെ കിടന്ന് സ്ട്രഗിൾ ചെയ്യും. ഒരു $10 കിട്ടാൻ ഇവിടെ കിടന്ന് സ്ട്രഗിൾ ചെയ്യുമ്പോൾ അവൻ അവിടെ അബണ്ടന്റ് ആയിട്ട് ലഭിച്ചുകൊണ്ടേയിരിക്കും. അതിന്റെ കാര്യം പോർട്ടൽ ഓപ്പൺ ആണ്. പ്രൊഫറ്റിക്കൽ പോർട്ടൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിനക്ക് അന്യഭാഷ പറയേണ്ട, നീ ഒരുത്തന്റെ തൂവാല കണ്ട പ്രവചിക്കും, അവന്റെ പേര് വിളിക്കും. ഹീലിംഗിന്റെ പോർട്ടൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിന്റെ നിഴലുകൾ പോലും സൗഖ്യങ്ങൾ കയറും. ആരോടോ ദൈവാത്മാ പറയുന്നു, കാനഡയിൽ ഇതുവരെ തുറന്നിട്ടില്ലാത്ത ചില വാതിലുകൾ നിന്നെ ദൈവം വിളിക്കുന്നു. കേറി വാ, എനിക്ക് ചിലത് നിന്റെ കൈ കൊണ്ട് ചെയ്യിപ്പിക്കണം. ഓ, വിശ്വസിക്കുന്നവർ മാത്രം അല്പസമയം അന്യഭാഷയിൽ പ്രാർത്ഥിച്ച് ഇതുവരെ ഇവിടെ ഒരു ചർച്ചിനും ലഭിച്ചിട്ടില്ലാത്ത ആക്സസ് യേശുവിന്റെ നാമത്തിൽ ഇത് വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ലഭിക്കട്ടെ.
ആത്മാവിൽ സഞ്ചരിക്ക. ഇത് ഉണ്ടെന്നങ്ങ് വിശ്വസിക്കണം. എന്നിട്ട് വിശ്വാസത്തോടെ ഇതിനെ റിസീവ് ചെയ്യണം. ഇപ്പോഴും നീ ഒന്നും നിന്റെ മുമ്പിൽ കാണുന്നില്ലായിരിക്കാം. ഒന്നും കാണാത്തപ്പോഴും ഒരു ആത്മീകന്റെ ലക്ഷണം എന്തെന്നറിയാമോ? അവന്റെ കണ്ണുകളെ അവിശ്വസിക്കും. അവൻ കാഴ്ചയാൽ നടക്കത്തില്ല, അവൻ വിശ്വാസത്താൽ നടക്കും. ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, നിന്റെ തലയ്ക്ക് മീതെ ചിലത് തുറന്നു കിടക്കുകയാണ്. ഇന്ന് പകൽ ചിലർക്ക് കയറി പിടിക്കാമെങ്കിൽ ബൈ ഫെയ്ത്ത്, വിശ്വാസത്താൽ കയറുക. ഈ പ്രൊഫറ്റിക്കൽ ആക്ഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ നീ ചെയ്യുന്ന പ്രൊഫറ്റിക്കൽ ആക്ഷനുകൾ വിശ്വാസത്തോടെ ചിലതിനെ ചെയ്യുക. പ്രൊഫറ്റിക്കൽ ആക്ഷൻ. എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഈ പോർട്ടൽസിന്റെ പ്രത്യേകത നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ഇത് ബൈ ഫെയ്ത്ത് നമ്മൾ കയറി പിടിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ സാധാരണ ഞങ്ങളുടെ കോൺഫറൻസിലൊക്കെ അതിന്റെ ഒരു സാധനം കാണിക്കാറുണ്ട്. ഒരു ലൈറ്റ് മേളിലിട്ടിട്ട് അമ്മേ ബാക്കി ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തിട്ട് ഒരു ലൈറ്റ് മാത്രമേ മേളിലിട്ട്, ബാക്കി സ്ഥലം മൊത്തം ഇരുട്ടായിരിക്കും. പക്ഷെ അതിനകത്തോട്ട് കയറുമ്പോൾ ലോകത്തിലെല്ലാം അവനെ കാണാൻ പറ്റും. ഈ ഫോക്കസ് ലൈറ്റുകൾ പോലെയാണ്. കണ്ടാ കുഞ്ഞുങ്ങൾ നിൽക്കുന്ന ഇപ്പൊ ഈ ഇവിടുത്തെ ലൈറ്റുകളെല്ലാം ഒരു മിനിറ്റ് ഓഫ് ചെയ്യാം. ഇവിടുത്തെ ലൈറ്റെല്ലാം ഓഫ് ചെയ്യാൻ പറ്റും. ചുമ്മാ ഓഫ് ചെയ്യാൻ പറ്റും. പറ്റുമെങ്കിൽ സ്റ്റേജിന് മാത്രം ഇട്ടു. പറ്റുമെങ്കിൽ വന്നില്ല വിട്ടാരെ. ഓക്കെ, സാരമില്ല. അതിന്റെ പറയാൻ നമുക്ക് ഇനി സമയം കളയുന്നു. ആഹാ, കം ഓൺ, താങ്ക് യു. അവിടുന്നൊക്കെ വീട്ടിലും കയറുന്നു. ഇതിനകത്ത് എന്നെ കാണാല്ലേ? എന്റെ ഫേസ് കാണാം. അതിനകത്തോട്ട് നീ കയറുന്നുണ്ട്. ലോകത്തിന്റെ ഏത് രാജ്യത്തിൽ നോക്കിയാലും തന്നെ ഞങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും. നീ ഹൈഡായി പോകത്തില്ല, നീ അണഞ്ഞു പോകത്തില്ല. മലമേലിരിക്കുന്ന പട്ടണം പോലെ ആയിരിക്കും. ഒരു ചർച്ചിനകത്ത് ഒരു പോർട്ടൽ ഓപ്പൺ ആയാൽ അത് ലോകത്തിന്റെ വെളിച്ചമായി. ഓ, എനിക്കറിയത്തരുത് പ്രൊഫറ്റിക്. ആരെല്ലാം മറച്ചു വെച്ചാലും അതിങ്ങനെ തനിയെ പൊങ്ങി വരും. ഞാൻ ആത്മാവിൽ ഇന്ന് പകൽ ചിലതിനോട് പ്രവചിക്കുകയാണ്. നിന്റെ മിനിസ്ട്രി ഇതുപോലെ ആയിരിക്കും, നിന്റെ വീട് ഇതുപോലെ ആയിരിക്കും, നിന്റെ കൃപാവരങ്ങൾ ഇതുപോലെ ആയിരിക്കും. വിശ്വസിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ വിശ്വസിക്കുക. നിന്റെ ശുശ്രൂഷകൾ ഇതുപോലെ ആയിരിക്കും. ദീപം കത്തിച്ച് കട്ടിലിന്റെ കീഴിൽ വെക്കാൻ അനുവദിക്കത്തില്ല. അത് പറമേൽ കത്തുന്ന ദീപം പോലെ ആയിരിക്കും. താങ്ക് യു. ഇവിടെ ഉണ്ടോ നിങ്ങൾ? ഇതുപോലെ ആയിരിക്കും പാസ്റ്റർ. നിന്റെ വീടിനകത്ത് ഒരു പ്രത്യേകത. 1000 വീടുള്ള ഒരു കോളനിയിലാണ് നിങ്ങളുടെ വീട് നിൽക്കുന്നെങ്കിൽ നിങ്ങളുടെ വീടിന് എന്തൊരു പ്രത്യേകത. ആയിരക്കണക്കിന് സഭകൾ ടൊറന്റോയിൽ ഉണ്ടെങ്കിലും പോർട്ടൽ തുറന്ന സഭ അത് ഹൈലൈറ്റഡ് ആയിട്ട് നിൽക്കും. 100 കണക്കിന് കുഞ്ഞുങ്ങൾ പഠിക്കുന്ന കോളേജിലാണ് നീ പഠിക്കുന്നെങ്കിലും നിന്നെ നോക്കുമ്പോൾ എന്തൊരു പ്രത്യേകത കാണും. കാര്യം നീ നിൽക്കുന്ന ഒരു ഓപ്പൺ പോർട്ടലിന്റെ അകത്താണ്.
ഇങ്ങനെ ദൈവം തുറന്നിട്ടിരിക്കുന്ന ഈ പോർട്ടലിനകത്തോട്ട് അറിയോ, ഇങ്ങനൊരു പോർട്ടൽ ഓപ്പൺ ആണെങ്കിൽ ആ പോർട്ടലിനകത്തോട്ട് പിശാചുകൾക്ക് എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല, മന്ത്രവാദികൾക്ക് കയറാൻ പറ്റത്തില്ല, ആഭിചാരം ഏൽക്കത്തില്ല, അവിടെ ലക്ഷണവിദ്യ ഏൽക്കത്തില്ല. അവിടെ എന്തോ ഇവിടെ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ഇതുപോലെ ഈ ദൈവികമായ പോർട്ടൽ ഓപ്പൺ ആകുന്നത് പോലെ ചില പോർട്ടലുകൾ പിശാച് ചില വീടുകൾക്കകത്ത് തുറന്നിടും. പക്ഷെ എത്ര പ്രാർത്ഥിച്ചാലും അവിടുന്ന് ഒരുത്തം ഗതി പിടിക്കത്തില്ല. എത്ര പ്രാർത്ഥിച്ചാലും അതിനകത്തുനിന്ന് ഒരുത്തൻ ഒരു പരിധിക്കകത്ത് കയറി പോകത്തില്ല. കാര്യം ഇവിടെ ഡിമോണിക് പോർട്ടൽസ് ഓപ്പൺ ആണ്. ആത്മഹത്യ, അബോർഷൻ, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ അവിടെ നടക്കും. ഇന്ന് രാവിലെ എനിക്ക് നിങ്ങളോടൊരു ദൂത് പറയാനുണ്ട്. ദൈവം തുറന്ന പോർട്ടലിനകത്ത് പിശാചിന് കയറാൻ പറ്റത്തില്ലെങ്കിലും പിശാച് തുറന്ന പോർട്ടലിനകത്ത് അഭിഷക്തന്മാർക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. ഇന്ന് പകൽ നിന്റെ ദേശത്ത് തുറന്നു കിടക്കുന്ന ചില ഡീമോണിക് പോർട്ടലുകളെ അടയ്ക്കാൻ എന്തോ ഒരു തീയാണല്ലോ ഞാൻ ഈ ദൂത് പറയുമ്പോൾ. കാണാൻ നിൽക്കല്ലേ, കാണാൻ. ഒരു പരിധിക്കപ്പുറത്ത് നിന്റെ വീട്ടിൽ ആരും കേറിയിട്ടില്ലെങ്കിൽ, ഒരു പരിധിക്കപ്പുറത്ത് നിന്റെ ജനറേഷനിൽ ആരും കേറിയിട്ടില്ലെങ്കിൽ, ഇന്ന് പകൽ നിന്റെ മേൽ വ്യാപരിക്കുന്ന ഈ അഭിഷേകത്താൽ നിനക്ക് അതിനകത്ത് കയറി ചിലതിനെ ലോക്ക് ചെയ്യാൻ പറ്റും. കാണാൻ നിൽക്കല്ലേ, കാണാൻ നിൽക്കല്ലേ. ആരും കേറാത്ത ഗദരദേശത്ത് നീ കേറും. ആരും കേറാത്ത ലഗ്യോന്മാരുടെ മുറിക്കകത്ത് നീ കേറും. കാരണം നീ വഹിക്കുന്ന ഒരു പോർട്ടലുണ്ട് മോനെ. ഞാൻ ഈ ദൂത് പറയുമ്പോൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ ആരാ പറ്റുന്നേ? ചില പൈശാചിക പോർട്ടലുകൾ അടയട്ടെ. ദേശത്ത് ദൈവം തുറന്നമ്മേ പിശാച് തുറന്നിട്ടിരിക്കുന്ന സൈറ്റാനിക് പോർട്ടലുകൾ ടൊറന്റോയിൽ അടയട്ടെ, സ്കാർബ്രോയിൽ അടയട്ടെ, റിവൈവലിന്റെ പോർട്ടലുകൾ തുറക്കട്ടെ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആത്മാവിൽ പ്രാർത്ഥിച്ചു കയറിയേ. ചിലതിനെ അടയ്ക്കാനും ചിലതിനെ തുറക്കാനുമുള്ള അഭിഷേകം. ആരെന്ന് പകൽ പറയുന്നത് ആരോടോ ഞാൻ ദൈവാത്മാവിൽ പ്രവചിക്കുന്നു. നീ ഭൂമിയിൽ ചിലതിനെ അടച്ചാൽ അത് സ്വർഗത്തിൽ അടഞ്ഞിരിക്കും. നീ ഭൂമിയിൽ ചിലതിനെ തുറന്നാൽ അത് സ്വർഗത്തിൽ തുറന്നിരിക്കും. നിന്റെ വീട്ടിൽ വർഷങ്ങളായി തുറന്നു കിടക്കുന്ന ചില ഡീമോണിക് പോർട്ടലുകളെ യേശുവിന്റെ നാമത്തിൽ അടയ്ക്കുക. ഈ മകനെ ദൈവം തൊടുന്നല്ലോ. ഇവന്റെ മേൽ അഭിഷേകത്തിന്റെ പകർച്ചകൾ നടക്കുന്നല്ലോ. കേറി അടയ്ക്കടാ ചിലതിനെ. നീയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ എന്തോ ചില അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. ഓ
ചില വീടുകൾക്കകത്ത് കയറുമ്പോൾ നമുക്കറിയാം അവിടെ ഒരു ഡിമോണിക് പോർട്ടൽ തുറന്നു കിടക്കുക. എത്ര പൈസ ഉണ്ടെങ്കിലും നിരാശ, എത്ര സമ്പത്തുണ്ടെങ്കിലും സന്തോഷം കാണത്തില്ല, വിവാഹം നീണ്ടുപോകും, കുഞ്ഞുങ്ങളെ ലഭിക്കത്തില്ല, സൂയിസൈഡുകൾ നടക്കും, ഡിവോഴ്സുകൾ നടക്കും, ആമേൻ, മാരകമായ രോഗങ്ങൾ കാണും. ഇന്ന് പകൽ ആത്മാവിൽ തുറന്ന പോർട്ടലിൽ നിന്നിട്ട് ഞാൻ പറയുകയാണ്, ഇന്ന് പകൽ നിനക്കൊരു അധികാരം ദൈവം തരും. ചിലതിനെ എന്നേക്കുമായി അടയ്ക്കുന്നത് പ്രാപിക്കാമെങ്കിൽ പ്രാപിച്ചോ. ഒരു അഭിഷേകം ചിലതിന്റെ മേൽ വ്യാപരിക്കട്ടെ, ഒരു അഭിഷേകം ചിലതിന്റെ മേൽ വ്യാപരിക്കട്ടെ. ഇതൊരു അതോറിറ്റിയാ പാസ്റ്റർ. ഇവിടെ ഒന്നുണ്ട്, അവിടെ തുറക്കാനും പൂട്ടാനുമുള്ള അതോറിറ്റി ദൈവം ചില കൊടുക്കും. എല്ലാവർക്കും അതില്ല. പത്രോസേ, ഞാൻ നിനക്ക് അധികാരം തരും. നീ ഒരുതൻ പൂട്ടിയാ പിന്നെ പൂട്ടിയതാ, നീ തുറന്നാൽ പിന്നെ തുറന്നതാ. ആത്മാവിൽ കേറിക്ക്, പരിശുദ്ധാത്മാവിൽ കേറി ചെന്ന് ഈ ഭൂമിയിൽ നിന്നും അല്പമൊന്ന് കേറി നിന്ന് നിനക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന സ്പിരിച്വൽ പോർട്ടലിലേക്ക് കേറി നിന്ന് നീ ചില വിഷയങ്ങളെ ആത്മാവിൽ ഡീൽ ചെയ്തേ. റമർഥല ഷായിദല രഗർഥന ശന്തല റബർഥല ഉമട ലഗർഥിനി. ചിലരുടെ മുമ്പിൽ വർഷങ്ങളായി അടഞ്ഞു കിടക്കുന്ന നന്മയുടെ പോർട്ടലുകൾ തുറക്കട്ടെ. ചിലരുടെ മുമ്പിൽ വർഷങ്ങളായി അടഞ്ഞു കിടക്കുന്ന ആത്മീയ അനുഗ്രഹങ്ങളുടെ പോർട്ടലുകൾ തുറക്കട്ടെ. ചിലരുടെ മുമ്പിൽ വർഷങ്ങളായി അടഞ്ഞു കിടക്കുന്ന ഹല്ലേലൂയ അനുഗ്രഹത്തിന്റെ ഉറവകൾ തുറക്കട്ടെ. ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, അപ്പന്മാരുടെ സമയത്തുണ്ടായിരുന്നിട്ട് അടഞ്ഞുപോയ കിണറുകൾ ഇസഹാക്ക് വീണ്ടും തുറന്നതുപോലെ ഈ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് ചില ഉണർവിന്റെ ഉറവകളെ വീണ്ടും തുറക്കാൻ, ഈ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് ചില ഉണർവിന്റെ ഉറവകളെ വീണ്ടും തുറക്കാൻ. ആരാ ഇന്ന് രാവിലെ ആ ദൂതനെ പിടിക്കുന്നേ? ചില ഡിമോണിക് പോർട്ടലുകളെ അടയ്ക്കാനുള്ള അധികാരം, നരകത്തെ അടയ്ക്കാനുള്ള അധികാരം, കൊരിന്തും ശമരിയും ഫിലിപ്പിയും ഒക്കെ കേറി പൂട്ടിക്കൊണ്ടുവന്ന പൗലോസിനെ പോലെ എനിക്കറിയത്തില്ല ഭാഷ, എന്തൊരു തീ നിങ്ങളുടെ കയ്യിൽ വീഴുന്നു. ഒരു തീ നിന്റെ കയ്യിൽ വീഴുന്നു.
ഒരു തീ പിടിച്ച താക്കോൽ ദൈവം നിന്നെ ഏൽപ്പിക്കുന്നു. കാണാൻ നിൽക്കുന്നവർ കണ്ടോണ്ടിരിക്കട്ടെ, കേൾക്കാൻ നിൽക്കുന്നവർ കേട്ടോണ്ടിരിക്കട്ടെ. കുടുംബമായി ചില ആക്സസുകൾ ദൈവം തുറക്കുന്നു. The angels cry, oh, holy creation cry. Oh, ഏഞ്ചൽസിനെ ഞാൻ കാണുന്നല്ലോ ഇവിടെ, ദൂതന്മാരുടെ വലിയ. Come on, holy forever. Oh, come on, Holy Spirit. അനന്തരം ഒരു വാതിൽ തുറന്നത് ഞാൻ കണ്ടു. ഇന്ന് പകൽ ആരുടെയോ മുമ്പിൽ അത് വീണ്ടും റീ ഓപ്പൺ ആകുന്നു. മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ തുറന്നിട്ടില്ലാത്തത്. You are lifted high, holy, oh, holy forever. And the angels cry, holy, for creation cry, holy, you are lifted high, holy, holy forever. Come on. And the angels cry, holy, for creation cry, holy, you are lifted high. Come on. തൊടുന്നു, ചിലരെ ദൈവം തൊടുന്നു. Holy forever. The angels cry, holy, for creation holy, you are lifted high. എന്തോ ഒരു വലിയ വാതിൽ എന്നോട് ദൈവം പറയുന്നു, എഫേസോസിൽ തുറന്നതുപോലെ വലുതും വിശാലവുമായ ഒരു വാതിൽ, ഒരു വലുതും വിശാലവുമായ വാതിൽ ഈ ചർച്ചിന് വേണ്ടി ദൈവം തുറക്കുകയാണ്. എതിരാളികൾ പലതുണ്ട്, പക്ഷെ ഞാൻ വലുതും വിശാലവുമായ ഒരു വാതിൽ. Holy forever. Come on. And the angels cry, holy, for creation cry, Mashate, holy, Shemate, you are lifted high, Shekimarane,
ഡീമോണിക് പോർട്ടലുകൾ ക്ലോസ് ആകുന്നു. ചില ഡീമോണിക് പോർട്ടലുകൾ ക്ലോസ് ആകുന്നു. ദേശത്തോട് പ്രവചിക്കാൻ പറയാം. ഒരിക്കലും ഉണ്ടായിരുന്നതും അടഞ്ഞുപോയതുമായ ഉണർവിന്റെ ഉറവകൾ വീണ്ടും എന്റെ ദൈവം തുറക്കും. വീണ്ടും എന്റെ ദൈവം തുറക്കും. നിങ്ങളിൽ ചിലരെ ഉണർവിന്റെ പോർട്ടലിനകത്തോട്ട് എന്റെ ദൈവം കയറ്റും. ഉണർവിന്റെ ഏഞ്ചൽസ് നിങ്ങളുടെ കൂടെ ചലിക്കാൻ തുടങ്ങും. നീ പഠിക്കാനായി ഇങ്ങോട്ട് വന്ന്, പക്ഷെ ദൈവത്തിന് അതിന്റെ പുറകിൽ വേറൊരു അസൈൻമെന്റ് ഉണ്ട്. അബ്രഹാമിന്റെ സമയത്തുണ്ടായിരുന്ന ചില ഉറവുകൾ ഫെലിസ്ത്യൻ മണ്ണിട്ട് മൂടി വാശു. ദൈവം നിന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയിരിക്കുക. നീ വീണ്ടും റീഡിങ് ചെയ്യും. നീ വീണ്ടും കുഴിക്കും. നീ വീണ്ടും കുഴിക്കും. എന്നോട് ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നു, ഉറവകളെ മൂടിയിട്ടുള്ളൂ,
ആ മണ്ണിന്റെ അടിയിൽ ഇന്നും ഉറവയുണ്ട്. പിശാചിന് ഉറവയടയ്ക്കാൻ പറ്റത്തില്ല, മണ്ണിടാനേ പറ്റത്തുള്ളൂ. ആ മണ്ണിന്റെ അടിയിൽ ഇന്ന് ഉറവയുണ്ട്. റിവൈവൽ ഇപ്പോഴും അടിയിൽ കിടപ്പുണ്ട്. ആരോ ചോദിക്കുന്നു, ഈ ചണ്ടിക്കൂമ്പാരത്തിന്റെ ഇടയിൽ നിന്നും നെഹമ്യാവേ നീ വല്ലതും ചെയ്യുമോ? ഇന്ന് മകൻ ഞാൻ ദൈവശബ്ദം കേൾക്കുന്നു. എന്റെ ദൈവം എന്നെ നിയമിച്ചിരിക്കുന്നു, എന്റെ ദൈവം എന്നെ ആക്കി വച്ചിരിക്കുന്നു, എന്റെ ദൈവം എന്നെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു. എന്റെ ദൈവം നിങ്ങളെ അപ്പോയിന്റ്മെന്റ് ചെയ്തിരിക്കുന്നു സഹോദരന്മാരെ. 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 ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഒരു ദൈവത്തിന്റെ പ്രവാചകനായിട്ടാ. ഞാനൊരു പ്രവചന ശബ്ദത്തിൽ നിൽക്കുകയാണ്. ഇപ്പോൾ എനിക്കറിയാം റയറായിട്ട് എന്റെ മേൽ ഈ പ്രൊഫറ്റിക്കൽ മാൻഡിൽ വീഴത്തുള്ളൂ. ഇന്ന് മകളൊരു പ്രൊഫറ്റിക്കൽ മാൻഡിൽ വീണിട്ട് ഞാൻ പ്രവചിക്കുന്നു, ടൊറന്റോയിൽ വീണ്ടും ഉണർവിന്റെ കാറ്റടിക്കും. ടൊറന്റോയിൽ വീണ്ടും ഉണർവിന്റെ കാറ്റടിക്കും. ടൊറന്റോയിൽ ഉണർവിന്റെ കാറ്റടിക്കും. ചില സാധാരണക്കാരെ ഉപയോഗിക്കും, ചില സാധാരണക്കാരെ ഉപയോഗിക്കും. ോട് ഞാൻ പ്രവചിക്കുന്നു, പച്ചപ്പുഴുവും തുള്ളനും വെട്ടിലും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾ ഞാൻ ഈ രാജ്യത്തിന് മടക്കി കൊടുക്കും. 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 നിങ്ങളുടെ ചക്ക എണ്ണ കൊണ്ട് നിറയും, വീഞ്ഞ് കൊണ്ട് നിങ്ങളുടെ പാനപാത്രം നിറയും. ചെറിയ തോടുകൾ ഒരുമിക്കും. ഞാൻ വെളിപ്പാട് കാണുന്നു, ചെറിയ ചെറിയ തോടുകൾ ഒരുമിക്കും. അതിന്റെ നീളവും വീതിയും കൂടും. ഈ രാജ്യത്തിൽ വീണ്ടും ഞാൻ ഇങ്ങനെ കേൾക്കുന്നു, അതിന് ചില മലയാളി സ്റ്റുഡൻസിനെ ഉപയോഗിക്കുന്നു എന്ന് സോഷ്യൽ മീഡിയ റിപ്പോർട്ട് ചെയ്യും. ചക്രം വീണ്ടും തിരിയും. ആ ചക്രം വീണ്ടും തിരിയും. ആ ചക്രം വീണ്ടും തിരിയും. ചക്രം വീണ്ടും കറങ്ങും.
സൗണ്ട് നീ കേൾക്കണം. പല ദിക്കുകളിൽ നിന്നും ഈ ശബ്ദം നീ കേൾക്കണം. പല ദിക്കുകളിൽ നിന്നും ഈ ശബ്ദം വരുന്നത് നീ കേൾക്കണം. വലുതും സഫലവുമായൊരു വാതിൽ തുറക്കും. വലുതും സഫലവുമായൊരു വാതിൽ തുറക്കും. ആക്സിഡന്റിൽ ഇവിടെ വന്നതല്ല. നിങ്ങളെ ദൈവം ഒരു കീ അപ്പോയിന്റ്മെന്റ് തന്ന് കേട്ടി നിർത്തിയിരിക്കുക. എസ്തേറിന്റെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, ഇങ്ങനെ ഒരു കാലത്തിനല്ലോ ഈ ഒരു സീസണിൽ നീ കാനഡയിൽ കാണണമായിരുന്നു. ഈ ഒരു സീസണിൽ നീയും നിന്റെ കുടുംബം എല്ലാം കാനഡയിൽ കാണണം. എഫേസോസിൽ തുറന്നതുപോലെ ഞാൻ വലുതും വിശാലവുമായ ഒരു വാതിൽ നിങ്ങൾക്ക് തുറക്കും. നിങ്ങൾ നടത്താനിരിക്കുന്ന വലിയ മീറ്റിങ്ങുകളുടെ ആരംഭമാണ് ഈ മീറ്റിംഗ്. ഇന്ന് ഒഴിഞ്ഞ ചെയറുകളാണ് നിങ്ങൾ കാണുന്നത്. ഭാരപ്പെടണ്ട. നിങ്ങൾ നടത്താനിരിക്കുന്ന വലിയ വലിയ മീറ്റിങ്ങുകളുടെ ഒരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയി ഇന്ന് ഇവിടെ നടക്കുന്നത്. ദൈവം പറയുന്നത്, എന്റെ ജനത്തെ ഞാൻ മാനിക്കും, എന്റെ ജനത്തെ ഞാൻ മാനിക്കും. ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരോടും എന്റെ ഒരു ശബ്ദം ഞാൻ കേൾക്കുന്നു, എന്റെ ജനം ലജ്ജിച്ചു പോകത്തില്ല,
എന്റെ ജനം ലജ്ജിച്ചു പോകത്തില്ല. കാനഡയുടെ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും ഒക്കെ വണ്ടികൾ ഓടുന്നു, വാലവാല വണ്ടികൾ ഓടുന്നു. റിവൈവൽ എന്ന് ഞാൻ കേൾക്കുന്നു ഭാഷ, ഞാൻ കേൾക്കുന്നു ഭാഷ. റിവൈവൽ. മക്കളെ ഉപയോഗിക്കും നിങ്ങളെ. ആത്മാവിൽ പ്രാർത്ഥിച്ച് എനിക്കറിയത്തില്ല, ഞാൻ ഒരിക്കലും ഈ സെക്ഷൻ ഇങ്ങനെ പോവുമെന്നൊന്നും ഞാൻ ചിന്തിച്ചതല്ല. എല്ലാരും പ്രാർത്ഥിച്ചു. കരയാൻ പറ്റുമെങ്കിൽ കരഞ്ഞു. ഞാൻ ഈ മീറ്റിംഗിന്റെ അവസാന ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും ഒരു പകർച്ച നടക്കുമെന്ന് പ്രതീക്ഷിച്ച്. But I am feeling impartations are happening. കുഞ്ഞുങ്ങളുടെ ദൈവം തൊടട്ടെ. വനിത മോൾക്ക് വേണ്ടി പ്രാർത്ഥന. ആ കുഞ്ഞിനെ ദൈവം തൊടട്ടെ. ഒരുമായിട്ട് ബന്ധപ്പെട്ട ഏഞ്ചൽസിന്റെ മൂവുകൾ ആ കുഞ്ഞിന്റെ മേൽ സംഭവിക്കും. കസേരയിൽ ഇരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഈ ഫ്രണ്ടിൽ വന്ന് നിൽക്കാമെങ്കിൽ നിന്നോ. എന്തോ ഒരു പോർട്ടൽ ഓപ്പൺ ആണ്. ഇവിടെ ഒരു പോർട്ടൽ ഓപ്പൺ ആണ്. യു ക്യാൻ കം ആൻഡ് സ്റ്റാൻഡ് ഇൻ ദി ഫ്രണ്ട്. സോ ദിസ് ഈസ് സംതിങ് ഗ്ലോറിയസ്. ഐ ഫീൽ സംതിങ് ഗ്ലോറിയസ്. ഐ ഫീൽ സംതിങ് ഗ്ലോറിയസ്. റിവൈവലുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി പേരെ ദൈവം കണക്ട് ചെയ്യുന്ന മീറ്റിംഗ് ആയിരിക്കും ഇത്. ഡിവൈൻ കണക്ഷൻസ് ഉണ്ടാകും. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ നടത്താനിരിക്കുന്ന വലിയ മീറ്റിംഗുകളുടെ ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആണിത്. വലിയ മീഡിയ എക്യുപ്മെന്റ്സ്, വലിയ മീഡിയ എക്യുപ്മെന്റ്സ്, വലിയ ക്യാമറ, വലിയ സിസ്റ്റം. നിങ്ങൾക്ക് മുമ്പേ മീഡിയ പോയി എല്ലാം ഗ്രൗണ്ട് വർക്ക് ചെയ്യുന്നു. This is a sound of revival. It's a sound of revival. നീ രാജ്യവുമായിട്ട് കേട്ടതൊന്നും വെറുതെ അല്ല. നിന്നെ ഈ രാജ്യത്തിൽ നിർത്തിയതും നിന്നെ ഈ രാജ്യത്തിൽ നിൽക്കാൻ പറഞ്ഞതും ഒരു ദൂതും ഒരു ഉണർവുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ. നിന്നോട് ആ ദൂത് ദൈവം വീണ്ടും പറഞ്ഞു, ആ ചക്രം വീണ്ടും കറങ്ങും. Fire, fire. വലിയ മീറ്റിംഗുകൾ നടക്കും.
യേശുവാ